Today I am going to take accountancy. In the previous class, we discussed about revaluation account and journal entries relating to revaluation account. അതുപോലെ revaluation account ഒരു ഫോർമാറ്റ് ചെറിയ ഫോർമാറ്റിനെ കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ revaluation account ജേണൽ റിവാലുവേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജേണൽ എൻട്രീസ് പഠിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ജേണൽ എൻട്രി എഴുതാനുള്ളത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങളോട് ഒരു ജേണൽ എൻട്രി എഴുതാനുള്ള സ്പേസ് വിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് റീവാലുവേഷൻ അക്കൗണ്ടും അതുപോലെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിനെ കുറിച്ചാണ്. ഇനി റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ റീവാലുവേഷൻ അക്കൗണ്ടിൽ വരുന്ന പ്രോഫിറ്റ് എവിടെ കാണിക്കണം? ആ ഒരു കോളം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു കോളം ബ്ലാങ്ക് ആയിട്ട് വിട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഈ റീവാലുവേഷന്റെ ജേണൽ എൻട്രി എഴുതി ചേർക്കണം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷം ആൻസർ വർക്കൗട്ട് ചെയ്യും. ഫോളോയിങ് ഈസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ആൻഡ് ബി ഹു ഷെയർ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ദെൻ താഴെ ഒരു ബാലൻസ് ഷീറ്റ് വരച്ചിട്ടുണ്ട്. ആദ്യം അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് 3,000. നെക്സ്റ്റ് ഡെപ്റ്റേഴ്സ് 12,000. നെക്സ്റ്റ് വൺ സ്റ്റോക്ക് 15,000. നെക്സ്റ്റ് ഫർണിച്ചർ 10,000. നെക്സ്റ്റ് വൺ പ്ലാന്റ് ആൻഡ് മെഷീനറി 30,000. ദെൻ ലയബിലിറ്റി സൈഡിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് 20,000. ക്യാപിറ്റൽ എ 30,000, ബി 20,000. ക്യാപിറ്റലിൻ്റെ ടോട്ടൽ 50,000. ദെൻ ബാലൻസ് ഷീറ്റ് ടോട്ടൽ 70,000. അതിന് താഴെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്, നോക്കാം. ഓൺ ദാറ്റ് ഡേറ്റ് സി ഈസ് അഡ്മിറ്റഡ് ഇൻ ടു ദ പാർട്ട്ണർഷിപ്പ് ഓൺ ദ ഫോളോയിങ് ടേംസ്. ഫസ്റ്റ് വൺ, സി ഈസ് ടു ബ്രിങ് ₹15,000 ആസ് ക്യാപിറ്റൽ ആൻഡ് ₹5,000 ആസ് പ്രീമിയം ഫോർ ഗുഡ്വിൽ ഫോർ 1/6 ഷെയർ. Second one, the value of stock is reduced by 10% while plant and machinery is appreciated by 10%. Next one, furniture is revalued at ₹9,000. Next one, a provision for doubtful debt is to be created on sundry debtors at 5% and ₹200 is to be provided for an electricity bill. Next one, investment worth ₹1,000 not mentioned in the balance sheet is to be taken into account. Next one, a creditor of ₹1,000 is not likely to claim his money and is to be written off. Record journal entries, prepare revaluation account and capital account of partners. ഇവിടെ നിങ്ങൾ ജേണൽ എൻട്രീസ് മാത്രമാണ് റെക്കോർഡ് ചെയ്യേണ്ടതുള്ളൂ. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് വർക്കൗട്ട് ചെയ്യുക. ദെൻ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എയും ബിയും പാർട്ട്നേഴ്സാണ്. അവരുടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2 ആണ്. അതിനുശേഷം ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ട്. ദെൻ അതിന് താഴെ അഡ്ജസ്റ്റ്മെന്റുകൾ നോക്കാം. അഡ്ജസ്റ്റ്മെന്റുകൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് സി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ എത്ര ഷെയറിനാണ്? 1/5 ഷെയറിനാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ എത്രയായിരിക്കും? സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് സാക്രിഫൈസിങ് റേഷ്യോ വരിക? 3:2 ആണ് അല്ലേ? കാരണം എന്താണ്? 1/5 ഷെയർ ക്വസ്റ്റ്യനിൽ തന്നതുകൊണ്ട് സാക്രിഫൈസിങ് റേഷ്യോ 3:2 ആണ്. ദെൻ സി എന്ന് പറയുന്ന പാർട്ട്ണർ എന്താണ് ക്യാപിറ്റലായിട്ട് 15,000 അതുപോലെ ഗുഡ്വില്ലായിട്ട് 5,000 ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പം നമ്മൾ ആദ്യം കാണിക്കേണ്ട ജേണൽ എൻട്രിയാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നതും ഗുഡ്വിൽ കൊണ്ടുവരുന്നതും. ദെൻ അതിനുശേഷം ഗുഡ്വിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ അടുത്തത് പറയുന്നത് ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് റെഡ്യൂസ്ഡ് ബൈ 10%. സ്റ്റോക്കിന്റെ വാല്യൂ 10% കുറഞ്ഞു. ദെൻ അതേസമയം അടുത്തത് പറയുന്നത് വൈ ദ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് അപ്രീഷിയേറ്റഡ് ബൈ 10%. അടുത്തത് എന്താ പറയുന്നത്? പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻക്രീസ് ചെയ്തു. എത്രയാണ്? 10%.
അടുത്തത് ഫർണിച്ചർ ഈസ് റീവാല്യൂഡ് അറ്റ് 9,000. ഫർണിച്ചർ എത്രയാണ്? 10,000 ഉള്ളത് 9,000 ആയിട്ട് റീവാല്യൂ ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ്? അസറ്റ് ഡിക്രീസ് ചെയ്യാണ് ചെയ്തത് അല്ലേ? ആദ്യം 10,000 ആണ്, ഇവിടെ ഇപ്പോൾ എത്രയായി? 9,000 ആയി. നെക്സ്റ്റ്, എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഈസ് ടു ബി ക്രിയേറ്റഡ് ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ എന്താണ്? 5% ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. അതെന്താണ്? ഡെപ്റ്റേഴ്സ് 5% റെഡ്യൂസ് ചെയ്തു എന്നുള്ള മീനിങ് ആണ്. നെക്സ്റ്റ്, ₹200 ഈസ് പ്രൊവൈഡഡ് ആൻഡ് ഇലക്ട്രിസിറ്റി ബിൽ. ഇലക്ട്രിസിറ്റി ബില്ലായിട്ട് 200 രൂപ അടച്ചു. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? അൺറെക്കോർഡഡ് ലയബിലിറ്റി ആണ്. നെക്സ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് വർത്ത് ₹1,000 നോട്ട് പെൻഷൻ ഇൻ ദി ബാലൻസ് ഷീറ്റ് ഈസ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 10,000, പക്ഷെ അത് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. അത് എന്താണ്? അൺറെക്കോർഡഡ് അസറ്റ് ആണ്. നെക്സ്റ്റ്, എ ക്രെഡിറ്റർ ഓഫ് ₹1,000 ഈസ് നോട്ട് ലൈക്ലി ടു ക്ലൈം ഹിസ് മണി ആൻഡ് ഈസ് ടു ബി റിട്ടേൺ ഓഫ്. ക്രെഡിറ്ററുടെ എന്താണ്? ക്രെഡിറ്ററുടെ 100 രൂപ അൺറെക്കോർഡഡ് ആണ്. അപ്പോൾ ഇത് എന്താണ്? അൺറെക്കോർഡഡ് ലയബിലിറ്റി. ഈ ക്വസ്റ്റ്യനുമായി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിംഗ് നോട്ട്സ് നോക്കാം. ഫസ്റ്റത്തെ വർക്കിംഗ് നോട്ട് ഗുഡ് വിൽ. വർക്കിംഗ് നോട്ട്സ് ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിലൊന്നും കാണില്ല. അവർ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ ആൻസർ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് പോയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ വർക്കിംഗ് നോട്ടായിട്ട് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് നോക്കി മനസ്സിലാക്കിയിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കാം. ആദ്യം നമ്മൾ എഴുതണം സാക്രിഫൈസിങ് റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ ഈ ക്വസ്റ്റ്യനിൽ എത്രയാണ് വരിക? 3:2. 3:2 ആണ് സാക്രിഫൈസിങ് റേഷ്യോ വരിക. ദെൻ ഫസ്റ്റ് വർക്കിംഗ് നോട്ട് ഗുഡ് വിൽ. ഗുഡ് വില്ലിൻ്റെ വർക്കിംഗ് നോട്ടിൽ നമ്മൾ കാണിക്കാനുള്ളത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ് വില്ല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതായത് പുതിയ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് 5,000 റുപ്പീസിൻ്റെ ഗുഡ് വില്ല് കൊണ്ടുവരുന്നുണ്ട്. ആ ഗുഡ് വില്ല് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതായത് എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 5,000 × 3/5 ഈക്വൽ ടു എത്ര വരും? 3,000. ദെൻ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 5,000 × 2/5 2,000. ദെൻ നെക്സ്റ്റ്, അസറ്റ് ഡിക്രീസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് നോക്കാം. അസറ്റ് ഡിക്രീസ് ചെയ്യുന്നത് സ്റ്റോക്ക് 10% റെഡ്യൂസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 × 10/100 ചെയ്യുമ്പോൾ നമുക്ക് 1,500 കിട്ടും. ദെൻ നെക്സ്റ്റ്, ഫർണിച്ചർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂ 10,000ഉം അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് തന്നിട്ടുള്ളത് 9,000 ആണ്. അപ്പോൾ 10,000 മൈനസ് 9,000 ₹1,000. ദെൻ നെക്സ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. അതായത് കിട്ടാക്കടമായിട്ട് എഴുതി തള്ളി എത്ര % ആണ്? 5%. അങ്ങനെയാണെങ്കിൽ 12,000 × 5/100 ആൻസർ 600. നെക്സ്റ്റ്, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് ലാൻഡ് ആൻഡ് മിഷനറി 30,000 × 10/100 ഈക്വൽ ടു 3,000. ദെൻ നെക്സ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? 1,000. അതെന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? അത് അൺറെക്കോർഡഡ് അസറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് 1,000. ദെൻ നെക്സ്റ്റ്, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി എത്രയാണ്? 200. നെക്സ്റ്റ്, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നത് ക്രെഡിറ്റേഴ്സ് 100. ഈ ക്രെഡിറ്റേഴ്സ് എന്താ? അത് റൈറ്റ് ഓഫ് എന്നാണ് പറഞ്ഞത്. അതായത് എഴുതി തള്ളി 100 രൂപ എഴുതി തള്ളി. പ്രിപ്പറേഷൻ ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ അസറ്റ് ഡിക്രീസ് ചെയ്തതും ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തതും കാണിക്കും. അതേപോലെ ക്രെഡിറ്റ് സൈഡിൽ അസറ്റ് ഇൻക്രീസ് ചെയ്തതും ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നതും കാണിക്കും. ഇനി തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നോക്കാം ഏതൊക്കെയാണ് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യം നമ്മൾ കാണിക്കും അസറ്റ് ഇൻക്രീസ് ചെയ്തത്. ഫസ്റ്റ് വൺ, പ്ലാന്റ് ആൻഡ് മെഷീനറി. എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? 3,000 അല്ലെ? പ്ലാന്റ് ആൻഡ് മെഷീനറി അതായത് 30,000ന്റെ 10% 3,000. ഇൻവെസ്റ്റ്മെന്റ് അൺറെക്കോർഡഡ് അസറ്റ് ആണ് പറഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് 1,000. സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഡിക്രീസ് ചെയ്യുന്നത് എത്രയാണ്? ₹1,000 ക്രെഡിറ്റേഴ്സ് ആണ് ഡിക്രീസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡെബിറ്റ് സൈഡിൽ അസറ്റ് ഡിക്രീസ് ചെയ്യുന്നത് സ്റ്റോക്ക്
പറഞ്ഞിട്ടുള്ളത് 10%, 15,000 10%, 1,500. Then furniture balance sheet തന്നിട്ടുള്ള വാല്യൂ 10,000, അഡ്ജസ്റ്റ്മെന്റിലെ വാല്യൂ 9,000, അതിന്റെ ഡിഫറൻസ് 1,000. Then next provision for debt. ഡെപ്റ്റേഴ്സിന്റെ മുകളിൽ 5%. ഡെപ്റ്റേഴ്സ് എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? 12,000. 12,000ന്റെ 5% 600. Then unrecorded liability, അതായത് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തത് ഇലക്ട്രിസിറ്റി ബില്ല് 200. Then നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്യും. ടോട്ടൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണ്. ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ നമ്മൾ രണ്ട് സൈഡിൽ എഴുതി. ടോട്ടൽ എത്രയാണ്? 4,000 അത് 100 രണ്ട് സൈഡിൽ എഴുതി. ഡിഫറൻസ് ക്രെഡിറ്റ് സൈഡിന് ടോട്ടലിന് ഡിഫറൻസ് കാണാൻ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലിന് ഡെബിറ്റ് സൈഡിലെ ഐറ്റംസ് മൈനസ് ചെയ്ത്, അതായത് 1,500, 1,000, 600 and 200 മൈനസ് ചെയ്ത് നമുക്ക് 800 കിട്ടി. ഈ 800 എന്താണ്? റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. ഈ റീവാലുവേഷൻ പ്രോഫിറ്റ് ആർക്കുള്ളതാണ്? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിനുള്ളതാണ്. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സായ എയും ബിക്കും ഉള്ളതാണ്. ഈ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് അവരുടെ ഓൾഡ് റേഷ്യോ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഓൾഡ് റേഷ്യോ 3:2. അങ്ങനെയാണെങ്കിൽ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഈ റീവാലുവേഷൻ പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്. എസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ 800 into 3/5 480. ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 800 into 2/5 എമൗണ്ട് 320. ഇനി നമ്മൾ അടുത്തത് പ്രിപ്പയർ ചെയ്യുക ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റും? എയുടെ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റും. ഇത്രയാണ് റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതും ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നതും കാണിക്കും. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ അസറ്റ് ഡിക്രീസ് ചെയ്യുന്നതും ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതും കാണിക്കും. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾ എഴുതേണ്ട ജേണൽ എൻട്രിയാണ് റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഈ ഒരു ജേണൽ എൻട്രി നിങ്ങൾ ആ ഒരു സ്പേസ് വിട്ടെടുത്ത് എഴുതുക. അതായത് എല്ലാ ജേണൽ എൻട്രി എഴുതിയതിന് ശേഷം ഒരു കോളം നിങ്ങളോട് വിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കോളത്തിൽ നിങ്ങൾ ഈ ജേണൽ എൻട്രി എഴുതി ചേർക്കണം. ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 800. എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അവരുടെ ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എക്ക് 480. ദെൻ ബി എന്ന് പറയുന്ന പാർട്ട്ണർക്ക് 320. ദെൻ നരേഷൻ എഴുതാം. പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീ അസസ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ് ട്രാൻസ്ഫേർഡ് ടു എ ആൻഡ് ബി ഇൻ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. റീവാലുവേഷൻ പ്രോഫിറ്റ് എ എന്ന പാർട്ട്ണർക്കും ബി എന്ന് പറയുന്ന പാർട്ട്ണർക്കും അവരുടെ ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ജേണൽ എൻട്രിയാണ് കാണിച്ചിട്ടുള്ളത്. എന്താണ് ജേണൽ എൻട്രി? റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 480യും ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 320യും റീവാലുവേഷൻ പ്രോഫിറ്റ് 800. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അടുത്തായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ വരയ്ക്കുമ്പോൾ 3 പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് വരയ്ക്കുക. 3 പാർട്ട്നേഴ്സിന്റെ ഒരുമിച്ച് നമ്മൾ വരച്ചാൽ ഇപ്പോൾ മുകളിൽ കാണിച്ചിട്ടുള്ള പോലെ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് JF എ എന്ന പാർട്ട്ണർ ബി പാർട്ട്ണർ സി. അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ് പർട്ടിക്കുലേഴ്സ് പാർട്ട്ണർ എ ബി സി. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കും പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ. അതാണ് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്ന പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ 30,000, ബി എന്ന് പറയുന്ന പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 20,000,
ഇനി പുതിയതായി അഡ്മിറ്റ് ചെയ്ത സി എന്ന് പറയുന്ന പാർട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ നമ്മൾ ക്യാഷ് ആയിട്ടാണ് കാണിക്കുക. അയാൾ പുതിയതായിട്ട് വന്നപ്പോൾ ക്യാഷ് ആയിട്ട് ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്ന രീതിയിൽ ക്യാഷ് ആയിട്ടാണ് കാണിക്കുക. ക്യാഷ് സിയുടെ അക്കൗണ്ട് നമ്മൾ കാണിക്കും 15,000 15,000. നെക്സ്റ്റ് ഐറ്റം ഗുഡ്വിൽ. പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്ത പാർട്ണർ കൊണ്ടുവന്ന ഗുഡ്വില് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതൊക്കെ നമ്മൾ ജനറൽ എഴുതിയിട്ടുണ്ട് അല്ലെ. സാക്രിഫൈസിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് സാക്രിഫൈസിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എ എന്ന് പറയുന്ന പാർട്ണർക്ക് 3,000 ബി എന്ന് പറയുന്ന പാർട്ണർക്ക് 2,000 കിട്ടും. എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 3,000 ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2,000. നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചിട്ടുണ്ട് അല്ലെ. റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചപ്പോൾ നമുക്ക് റീവാലുവേഷൻ പ്രോഫിറ്റ് എത്ര കിട്ടിയിട്ടുണ്ട്? റീവാലുവേഷൻ പ്രോഫിറ്റ് 4,000. റീവാലുവേഷൻ പ്രോഫിറ്റ് എ എന്ന് പറയുന്ന പാർട്ണർക്ക് 480, ബി എന്ന് പറയുന്ന പാർട്ണർക്ക് 320. ഇത്ര ഐറ്റംസ് ആണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ദെൻ നമ്മൾ ടോട്ടൽ ചെയ്യുക. ഡെബിറ്റ് സൈഡിൽ ഐറ്റം ഇല്ല, അതുകൊണ്ട് നമ്മൾ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ എയുടെ ടോട്ടൽ 33,480, ബിയുടെ 22,320, സി 1,500. ഇതേ ടോട്ടൽ നമ്മൾ എവിടെ കാണിക്കണം? ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഡെബിറ്റ് സൈഡിൽ എയുടെ ടോട്ടൽ 33,480, ബി 22,320, സി 15,000. Then balance carried on എന്ന് കാണിക്കാം. ബാലൻസ് carried on A 33,480, B 22,320, C 15,000. ഇനി ബാലൻസ് carried on ഇത് കാണിക്കാൻ കാരണം വേറെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് കാണിച്ചത്? ബാലൻസ് carried on എന്ന് കാണിച്ചത്. ഇനി നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത സമയത്ത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ആയിട്ട് നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നത് ഈ ക്യാപിറ്റലുകളാണ്. എയുടെ ക്യാപിറ്റൽ 33,480, ബിയുടെ 22,320, സി 15,000. ഇനി അപ്പോൾ അവരുടെ പുതിയതായി പാർട്ണർ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്ത സമയത്ത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ക്യാപിറ്റൽ എത്രയായിട്ട് മാറി? ആദ്യം പാർട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയായിരുന്നു? 30,000 ആയിരുന്നു അല്ലെ. 30,000 എ കൊണ്ടുവന്ന എയുടെ ക്യാപിറ്റൽ എത്രയായി? 33,480. ബി കൊണ്ടുവന്നത് എത്രയായിരുന്നു? 20,000 ആയിരുന്നു. ബിയുടെ എത്രയായി മാറി? 22,320. ഇത്രയാണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് ആദ്യം നോക്കാം. അസറ്റ് സൈഡിൽ ആദ്യം നമ്മൾ കാണിക്കാനായിട്ട് ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് 3,000. ക്യാഷ് ഇൻ ഹാൻഡിന്റെ കൂടെ ക്യാഷ് ഇൻ ഹാൻഡ് എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3,000. ആ ക്യാഷ് ഇൻ ഹാൻഡിന്റെ കൂടെ പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ, അതായത് സി കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 15,000 15,000. അതേപോലെ തന്നെ സി എന്ന് പറയുന്ന പാർട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ 5,000. അതുകൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡിന്റെ കൂടെ കാണിക്കുക. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ടോട്ടൽ 23,000 23,000. പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റല്, പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വില്, ഓൾറെഡി ഓൾഡ് ബാലൻസ് ഷീറ്റിലുള്ള ക്യാഷ് ഇൻ ഹാൻഡ് ടോട്ടൽ 23,000. നെക്സ്റ്റ് ഡെപ്റ്റേഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 12,000 12,000. അതിന് കൂടെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ട് 5%. അതിന് കൂടെ അഡ്ജസ്റ്റ്മെന്റ് അതുപോലെ പറഞ്ഞിട്ടുണ്ട് 5% പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, അതായത് 5% കിട്ടാനായിട്ടും മാറ്റി വെച്ചത്. അത് നമ്മൾ ജേണൽ എഴുതുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അത് എവിടെ കാണിക്കണം? ഡെപ്റ്റേഴ്സ് മൈനസ് ചെയ്തിട്ട് വേണം ബാലൻസ് ഷീറ്റിൽ കാണിക്കാം. അപ്പൊ ഡെപ്റ്റേഴ്സ് 12,000 മൈനസ് provision less provision 600, answer 11,400. Next stock in the case adjustment പറഞ്ഞിട്ടുള്ളത് decrease the stock, asset decrease ചെയ്യുന്നതാണ് adjustment പറഞ്ഞിട്ടുള്ളത്. അസറ്റിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ reduce ചെയ്യുമ്പോൾ റിഡക്ഷൻ ആണ്. റിഡക്ഷൻ
ലെസ് റിഡക്ഷൻ അല്ലെങ്കിൽ ലെസ് ഡിക്രീസ് 1500 1500 സ്റ്റോക്കിന്റെ എമൗണ്ട് 15,000 ലെസ് 1500 ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 13,500. നെക്സ്റ്റ് ഫർണിച്ചറിന്റെ എമൗണ്ട് ബാലൻസ് ഷീറ്റിലെ എമൗണ്ട് 10,000 അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് 9,000 ആണ്. അങ്ങനെയാണെങ്കിൽ 1,000 റുപ്പീസിന്റെ റിഡക്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നത് ആ റിഡക്ഷൻ നമ്മൾ മൈനസ് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ ഫർണിച്ചറിന്റെ എമൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുള്ള 9,000 കാണിക്കുക. ഫർണിച്ചർ 9,000. നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി എമൗണ്ട് 30,000. അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞത് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻക്രീസ് അല്ലെങ്കിൽ അപ്രീഷിയേറ്റഡ് ബൈ 10%. എത്രയാണ്? 3,000. 30,000 10% 3,000 അത് ആഡ് ചെയ്ത് കാണിക്കാമോ? പ്ലാന്റ് ആൻഡ് മെഷീനറി എമൗണ്ട് 30,000 ആഡ് ഇൻക്രീസ് 3,000 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 33,000. നെക്സ്റ്റ് അൺറെക്കോർഡഡ് അസറ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അൺറെക്കോർഡഡ് അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് 1,000 അതും കൂടെ നമ്മളിവിടെ കാണിക്കണം. ലയബിലിറ്റി സൈഡ് ക്രെഡിറ്റേഴ്സ് എത്രയാണ് ക്വസ്റ്റ്യൻ നമ്മൾ ക്രെഡിറ്റേഴ്സ് 20,000 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അതിന് പുറമെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ട് 100 റുപ്പീസ് റൈറ്റ് ഓഫ് ചെയ്ത് എഴുതിത്തള്ളിന്ന് പറഞ്ഞിട്ട് ആ റൈറ്റ് ഓഫ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്ത് കാണിക്കണം. ക്രെഡിറ്റേഴ്സ് ലെസ് 100 എമൗണ്ട് 20,000 മൈനസ് 100 90,900. നെക്സ്റ്റ് ഒരു അൺറെക്കോർഡഡ് ലയബിലിറ്റി ഇലക്ട്രിസിറ്റി ബിൽ അൺറെക്കോർഡഡ് ലയബിലിറ്റി ആയിട്ട് പറഞ്ഞിട്ട് 200. നെക്സ്റ്റ് ക്യാപിറ്റൽ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞത് ഇനി പാർട്ട്നേഴ്സിന്റെ പുതിയ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ബാലൻസ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് എ 33,480, ബി 22,320, സി 15,000. ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടും 70,800. ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യാം. ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ ലയബിലിറ്റി സൈഡ് 90,900, അതേപോലെ തന്നെ അസറ്റ് സൈഡും 90,900. ഇത് ഈക്വൽ ആയ മാത്രമേ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഈക്വൽ ആവുള്ളൂ. ഇത്രയാണ് ബാലൻസ് ഷീറ്റ്. അഡ്മിഷന്റെ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ടുകളാണ് റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്.